യെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 26ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പോർഷൻ ലേവ്യ പുസ്തകം 11 മുതൽ 14 വരെ, മത്തായി 26 അധ്യായം. അതിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എല്ലാവരും വായിച്ച് തയ്യാറായിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: അവസരം അല്ലെങ്കിൽ സന്ദർഭം എന്നർത്ഥം വരുന്ന രണ്ടക്ഷര പദം പുതിയ നിയമ പാഠഭാഗത്തുണ്ട്, ഏതാണത്? ഓക്കെ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. അവസരം അല്ലെങ്കിൽ സന്ദർഭം എന്നർത്ഥം വരുന്ന രണ്ടക്ഷര പദം പുതിയ നിയമ പാഠഭാഗത്തുണ്ട്, ഏതാണത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പഴയ നിയമ പാഠഭാഗത്തും പുതിയ നിയമ പാഠഭാഗത്തും കാണുന്ന ഒരു രോഗം, അത് ഏതാണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. പഴയ നിയമ പാഠഭാഗത്തും പുതിയ നിയമ പാഠഭാഗത്തും കാണുന്ന ഒരു രോഗം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു പക്ഷിയുടെ പേരിന്റെ ആദ്യത്തെ രണ്ടക്ഷരം ഒരു മൃഗത്തിന്റെ പേരാണ്, പക്ഷി ഏത്? ഒരു പക്ഷിയുടെ പേരിന്റെ ആദ്യത്തെ രണ്ടക്ഷരം ഒരു മൃഗത്തിന്റെ പേരാണ്, പക്ഷി ഏത്? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വൃക്ഷത്തിന്റെ ശേഷിപ്പും പാഠഭാഗത്തിലെ ഒരളവും ഒന്നാണ്, ഏത്? വൃക്ഷത്തിന്റെ ശേഷിപ്പും പാഠഭാഗത്തിലെ ഒരളവും ഒന്നാണ്, ഏത്? അഞ്ചാമത്തെ ചോദ്യം: മൂന്നക്ഷരമുള്ള ഒരു ജീവിയുടെ അവസാനത്തെ രണ്ടക്ഷരം ചേർന്നാൽ നാം പാർക്കുന്ന ഇടം ആണ്, ജീവി ഏത്? മൂന്നക്ഷരമുള്ള ഒരു ജീവിയുടെ അവസാനത്തെ രണ്ടക്ഷരം ചേർന്നാൽ നാം പാർക്കുന്ന ഇടം ആണ്, ജീവി ഏത്? ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. അപ്പോൾ ഇതാണ് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ്. പോർഷൻസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഇപ്പൊ തന്നെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ ഉത്തരങ്ങൾ അയക്കുക. അതിന്റെ റെഫറൻസ് ഉൾപ്പെടെ അയക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഉത്തരം എല്ലാവർക്കും അയക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് നാളെ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ആൻസേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.